ഭൂമിയിലെ ജൈവസമ്പന്നതയെ പരിപോഷിപ്പിക്കുന്നതാണ് കണ്ടൽക്കാടുകൾ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ കണ്ടൽക്കാടുകൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാനായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് വൈപ്പിൻ സ്വദേശി മുരുകേശൻ. ഇദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായി ഏക്കറു കണക്കിന് കണ്ടൽക്കാടുകളാണ് നട്ടുവളർത്തിയത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ സ്വയം രക്ഷക എന്നുള്ള രീതിയിലാണ് ഇവിടെ മിക്കവാറും ഇത് ഞാൻ അങ്ങനെയാണ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ ചെറുപ്പം തുടങ്ങി തന്നെ നമ്മുടെ സ്വയരക്ഷക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ 2013 തുടങ്ങിയാണ് ഞാൻ നഴ്സറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നിരുന്നത്. ഭൂമിയിലെ ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. ഉപ്പ് നിറഞ്ഞ ചതുപ്പിൽ വളരുന്ന മരങ്ങൾ മണ്ണൊലിപ്പിനെ തടയുന്നു. കണ്ടലുകളുടെ മഹത്വം തിരിച്ചറിഞ്ഞ മുരുകേശൻ കണ്ടലുകളുടെ സംരക്ഷണത്തിനായി തുടങ്ങിയതാണ് ഈ ഒറ്റയാൾ പോരാട്ടം. സ്വന്തം വീടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കണ്ടലുകൾ നട്ടുപരിപാലിച്ചാണ് ഇദ്ദേഹം പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെടിയാണ് കണ്ടൽ. അതായത് മത്സ്യങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ട്, അവിടെ മുട്ടയിടാനും അവർക്ക് പഠനം നടത്തി സുരക്ഷിതമായിട്ട് നിൽക്കാൻ സ്പേസ് ഉണ്ട്. ചെറു ജീവികൾക്ക് അവിടെ സ്പേസ് ഉണ്ട്, ഉറുമ്പുകൾ, മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷികൾ, മനുഷ്യർക്ക് അതിൽ നിന്ന് മെഡിസിൻ വരെയുള്ള സാധനങ്ങൾ ഇപ്പോൾ കണ്ടലിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ജന്തുക്കൾക്ക് ഇതിൻ്റെ സീഡും അതിൻ്റെ ഇലകളൊക്കെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ സർവ്വ ജീവജാലങ്ങൾക്കും സ്പേസുള്ളൊരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽ പോലെ വേറൊരു ചെടികളില്ല എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ടുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റു ചെടികൾ അപേക്ഷിച്ച് ഇത് കൂടുതലാണ് തരുന്നത്. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് 10,000 കണക്കിന് കണ്ടലുകളാണ് മുരുകേശൻ ഇതിനോടകം നട്ടു വളർത്തിയത്. വിത്തുകൾ ശേഖരിച്ച് മുള കൊണ്ട് തയ്യാറാക്കിയ ചട്ടികളിൽ വളർത്തിയാണ് ഇവ നടുന്നത്. പ്ലാസ്റ്റിക് കവറുകളാണ് ആദ്യഘട്ടത്തിൽ വിത്തുകൾ നടാൻ ഉപയോഗിച്ചിരുന്നത്. പ്ലാസ്റ്റിക്കിൽ നിന്നും മുളയിലേക്ക് മാറിയതിനു പിന്നിലും പ്രകൃതിയോടുള്ള സ്നേഹമാണ്. വൈപ്പിൻ, ചെല്ലാനം, കുമ്പളങ്ങി തുടങ്ങിയ തീരദേശ മേഖലകളിലെല്ലാം മുരുകേശൻ നേരിട്ട് നട്ടു വളർത്തിയ കണ്ടൽ കാടുകളുണ്ട്. വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് മുരുകേശന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ എത്തുന്നത്. പ്ലാസ്റ്റിക് കവറിൽ നമ്മളിപ്പോൾ കടമക്കുടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പുഴയുടെ നടക്കാനുള്ള അവിടെ ഞാൻ ചെന്ന് കഴിയുമ്പോഴാണ് ഞാനാകെ പെട്ടുപോയത്. അപ്പോൾ വഞ്ചിക്ക് ഞാനും ഒരു സുഹൃത്തുണ്ട്. ഞങ്ങളവിടെ ചെന്ന് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കെട്ടിലിടാൻ പറ്റില്ല, പുഴയിലിടാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് വഞ്ചി തന്നെ കൊണ്ടുവന്നിട്ട് അവസാനം ഇതെന്ത് ചെയ്യണമെന്നുള്ളത് ചെളിയോടുകൂടി നമുക്ക് പ്ലാസ്റ്റിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. 10,000 കവർ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര സംഭവമാണ്. അപ്പം അന്ന് ഞാനത് സംഭവം എനിക്ക് മനസ്സിലായി. സംഭവം ഇനി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ചിട്ടുള്ള മുരുകേശൻ കൂലിപ്പണിയെടുത്താണ് കുടുംബം പോറ്റുന്നത്. വരുമാനത്തിന്റെ ഒരു പങ്ക് പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനായി മാറ്റിവെക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ പരിസ്ഥിതി സ്നേഹികളുടെ സഹകരണത്തോടെ വീടിനോട് ചേർന്ന് ഒരു നഴ്സറി ആരംഭിച്ചിട്ടുണ്ട്. ഓരോ വർഷവും 10,000-ഓളം കണ്ടൽ ചെടികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ഇങ്ങോട്ട് ഇപ്പോൾ 2024 എത്തിയേക്കുമ്പോൾ നമ്മൾ 1,00,000 മേലെ തൈകൾ ഇവിടെ നമ്മളുടെ ഈ പറമ്പിൽ തന്നെ നമ്മൾ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച് പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 50% ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെല്ലാനം, കുമ്പളങ്ങി, അതുപോലെ തന്നെ ചെറായി, കുഴിപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, ഇപ്പോൾ ഇളകുന്നപ്പുഴ, അതുപോലുള്ള എറണാകുളം ജില്ലയുടെ വിവിധ പുഴയുടെ തീരങ്ങളിലൊക്കെ ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി.